ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് ശില്പ ഷോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെച്ചൊരു ഐറ്റമാണ്. ചക്ക വെച്ച് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഇതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടിരിക്കുന്ന സാധനങ്ങൾ മാത്രം മതി. പിന്നെ ചക്ക സീസൺ ആവണം എങ്കിലേ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്ക ഓവറായിട്ട് പഴുത്തു പോകാതെ നമ്മൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വൃത്തിയുള്ള ഭാഗം അതിനകത്തുനിന്ന് നമ്മൾ എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ചക്ക നന്നായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം. നമുക്ക് കട്ടി കൂട്ടി അരിയണമെങ്കിൽ കട്ടി കൂട്ടി അരിയാം, കട്ടി കുറച്ച് അരിയണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ആവശ്യത്തിന് തേങ്ങ. നമ്മൾ എന്തോരം റവ എടുക്കുന്നോ, എന്തോരം ചക്ക എടുക്കുന്നോ അതിന് അനുയോജ്യമായ നമുക്ക് തേങ്ങ. ഒരു ഫുൾ തേങ്ങ വേണ്ട, നമുക്ക് ഒരു മുറി തേങ്ങയാണെങ്കിലും മതി. പിന്നെ നമുക്ക് റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. റവ വറുത്തെടുത്താലേ നമുക്ക് ഏത് കാര്യം ഉണ്ടാക്കിയാലും ടേസ്റ്റ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു പച്ചക്കുത്തൽ വരും. അതുകൊണ്ട് റവ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ആ റവ നമുക്ക് ഉപ്പുനീര് ഒഴിച്ച് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. നന്നായിട്ട് നനച്ച് അതിലേക്ക് നമുക്ക് തേങ്ങയും കൂടിയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. ഒന്നൊരു നനവായിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞും ചക്ക ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് റവ ഇരിക്കുന്ന സമയത്തിലേക്ക് അടുപ്പിലേക്ക് തീയൊക്കെ കത്തിച്ച് അപ്പച്ചമ്പൊക്കെ വയ്ക്കാം. പിന്നെ നമ്മൾ ആ ചക്കയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നാലേ നമുക്ക് എല്ലാ ഭാഗത്തും റവയും ചക്കയും ആ ഒരു മിക്സിങ് കറക്റ്റ് ആയാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിപ്പം മധുരം കുറവാണ് ചക്കയ്ക്കെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. നമ്മൾ ഇതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല, നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ അപ്പച്ചമ്പിലേക്ക് നമ്മൾ ഈ പുട്ട് വെച്ച് കൊടുക്കുന്നു. വെച്ച് കൊടുത്തൊരു 10 മിനിറ്റ് വേവിക്കുന്നു. വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടോടെ കഴിക്കാം, അല്ലെങ്കിൽ തണുത്തിട്ടാണെങ്കിലും അങ്ങനെയും കഴിക്കാം. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. 4 മണിക്കൊക്കെ ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു വിഭവമാണ്. അങ്ങനെ നമ്മുടെ പുട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്ക സീസൺ ആണല്ലോ ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.